ഹായ് ഫ്രണ്ട്സ്, മല്ലു ടെക്കീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ വാഹനങ്ങൾക്ക് വരുന്ന പെറ്റി എങ്ങനെ ഓൺലൈനായിട്ട് അടയ്ക്കാമെന്നുള്ളതാണ്. ഗൂഗിൾ പേ വഴിയായിരുന്നാലും ആമസോൺ പേ വഴിയായിരുന്നാലും ഏത് പേയ്മെൻറ്റ് ഓപ്ഷൻ ഓൺലൈൻ പേയ്മെൻറ്റ് ഓപ്ഷനിലൂടെ നമുക്ക് സ്വന്തമായിട്ട് അടയ്ക്കാൻ പറ്റുന്ന ഇതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമ്മുടെ പ്ലേ സ്റ്റോറിനകത്തുനിന്ന് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഓക്കെ, നമുക്ക് RTO വെഹിക്കിൾ ഡീറ്റെയിൽ എന്നുള്ള ആപ്ലിക്കേഷൻ ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അതിനുശേഷം ഒരു ആഡ് വരുന്നതായിരിക്കും. അതിന് ബാക്ക് അടിച്ചതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജ് ഏതാണോ അതൊന്ന് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇംഗ്ലീഷിലാണ് കിടക്കുന്നത്. അപ്പോഴത്തേക്ക് ആ മേഖലയിൽ മാർക്കുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ സിറ്റി, അതിപ്പോൾ ഞാൻ തിരുവനന്തപുരം സിറ്റിയാണ്. അപ്പോൾ ഞാൻ തിരുവനന്തപുരം ടൈപ്പ് ചെയ്തിട്ട് തിരുവനന്തപുരം കേരള എന്ന് പറയും. നിങ്ങളുടെ സിറ്റി സെലക്ട് ചെയ്യുക. ഞാനിവിടെ തിരുവനന്തപുരം സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കും പെട്രോളിൻ്റെ വില, ഡീസലിൻ്റെ വില, LPGയുടെ വില. തിരുവനന്തപുരം നമ്മൾ ഏത് സിറ്റിയാണ് സെലക്ട് ചെയ്യുന്നത് അവിടുത്തെ പെട്രോളിൻ്റെ ഇതെല്ലാം ഫ്യൂവൽ പ്രൈസ് എല്ലാം ഇതിനകത്ത് നിന്ന് കാണിക്കുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് എല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അടയ്ക്കാൻ മിക്കുള്ളതും കാലാവധി കഴിയുമ്പോഴത്തേക്ക് കോടതിയിലൊക്കെ പോകാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ആദ്യമേ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് പെൻഡിങ് എമൗണ്ട് ആയിട്ട് ഇതിനകത്ത് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ചെല്ലാന്നുള്ള ഏകദേശം 2 വർഷമൊക്കെ അങ്ങനെ പോകുമെന്നാണ് പറയുന്നത്. അതിനുശേഷം നമ്മൾ കോടതിയിലൊക്കെ പോവുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് വിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ചെല്ലാന്നുള്ള ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ബൈ RC, അതായത് നമ്മുടെ നമ്പർ, വണ്ടിയുടെ നമ്പറാണ് ചോദിക്കുന്നത്. വണ്ടി നമുക്ക് തൊട്ടടുത്ത് നമ്പർ പ്ലേറ്റ് ഉണ്ടെങ്കിൽ ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ആ ക്യാമറയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ബൈ ലൂസിങ് അത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ക്യാമറയിൽ ക്ലിക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. അപ്പോൾ നമുക്ക് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ബാക്ക് അടിച്ചതിന് ശേഷം നമ്മുടെ നമ്പർ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്പർ തന്നെ ടൈപ്പ് ചെയ്ത് ഞാനിപ്പോൾ നമ്മുടെ വണ്ടി ഞാൻ ടൈപ്പ് ചെയ്യുന്നുണ്ട് KL 21 J5 803. നിങ്ങളുടെ ഏതാണോ ആ വണ്ടിയുടെ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ചെക്ക് ചെല്ലാൻ ഈ ബൈ ചെല്ലാനെന്ന് കിടക്കുന്ന മേഖലയിൽ കാണാൻ നിങ്ങൾക്ക് സാധിക്കില്ലേ? ബൈ ചെല്ലാനെന്ന് നടക്കുന്ന കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം പെറ്റി അടിച്ച ആ മെസ്സേജ് നമ്മുടെ ഫോണിനകത്ത് വരുമ്പോഴത്തേക്ക് അതിനകത്തൊരു ചെല്ലാൻ നമ്പർ കാണും. അതാണ് ബൈ ചെല്ലാൻ. ആ നമ്പർ ഇതിൽ കറക്റ്റ് ചെയ്ത്, ഇപ്പോൾ വണ്ടിയുടെ നമ്പർ ഇല്ലെങ്കിലും ബൈ ചെല്ലാനെന്നുള്ള ആ നമ്പർ മാത്രം കോപ്പി ഇതിനകത്ത് കൊണ്ടൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ അതേപ്പോഴത്തേക്ക് നമുക്ക് ചെല്ലാൻ്റെ ഡീറ്റെയിൽസ് അറിയാം. ഇപ്പോൾ ഞാൻ വണ്ടിയുടെ നമ്പർ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സെർച്ച് ചെയ്യണം കുറച്ച് നേരം പറ്റി. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ക്ലോസ് ചെയ്യുള്ളൂ. അതിനുശേഷം നമുക്കിവിടെ പെൻഡിങ് എമൗണ്ട് ആയിട്ട് ഈ ഞാനിപ്പോൾ കൊടുത്ത നമ്പറിൽ 3000 രൂപ പെൻഡിങ് എമൗണ്ട് ആയിട്ട് കിടപ്പുണ്ട്. ഇതിന് മുമ്പ് അടച്ച ബില്ലുകൾ ഇവിടെ കിടപ്പുണ്ട്. നമുക്കത് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇതെല്ലാം അടച്ച ബില്ലുകളാണ്. അപ്പോൾ ലാസ്റ്റ് വന്നേക്കുന്ന ഒരെണ്ണം പെൻഡിങ് ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് നമുക്ക് എവിടെ വെച്ചാണ് ചെല്ലാൻ പ്രിൻ്റ് നടക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അലോ കൊടുക്കുക. അലോ കൊടുത്തതിന് ശേഷം ഒന്ന് വെയിറ്റ് ചെയ്യുക. അതാവും നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു PDF ഫയലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് പേജിൽ ലെഫ്റ്റ് സൈഡിൽ ആ QR കോഡിൻ്റെ സ്കാൻ ചെയ്യുന്നതിൻ്റെ തൊട്ടിപ്പുറത്ത് നമ്മുടെ എവിടെ വെച്ചാണോ അവർ ഫോട്ടോ എടുത്തിട്ടല്ലേ വിടുന്നത്. അപ്പോഴത്തേക്കും നമ്മൾ ആ ഫോട്ടോ എടുത്ത് നമ്മൾ ആ വണ്ടിയുടെ ഫോട്ടോ എടുക്കുന്നതായിട്ടുള്ള ആ ഫോട്ടോയാണ് അവരിത് അപ്ലോഡ് ചെയ്തേക്കുന്നതിനകത്ത്. അപ്പോൾ നമുക്കത് സേവ് ചെയ്യണമെങ്കിൽ ഈ റൈറ്റ് സൈഡിൽ മുകളിൽ PDF എന്നുള്ളൊരു ഓപ്ഷൻ കാണാതിരിക്കും. PDF നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ഫോൾഡർ സെലക്ട് ആയി ഇതിനകത്ത് സേവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒരു ആഡ് വരും. ബാക്ക് കൊടുക്കുക. ബാക്ക് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ആ പേയ്മെൻറ്റ് ചെയ്യാനുള്ളത് അത് നമ്മൾ ഈ പേ നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ചെല്ലാൻ നമ്പർ ഓട്ടോമാറ്റിക്കായിട്ടാണ് കോപ്പി ആയിട്ട് കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഈ ചെല്ലാൻ നമ്പർ കൊടുക്കാനുള്ള സ്ഥലത്ത് ചെല്ലാൻ നമ്പർ തന്നെ അത് കോപ്പി പേസ്റ്റ് ചെയ്യാനുള്ള ഇനി അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. നമ്മൾ ക്ലിക്ക് ചെയ്ത് പിടിക്കുമ്പോൾ പേസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ വരും. അതിനുശേഷം ചെല്ലാൻ നമ്പർ അത് തന്നെ കറക്റ്റ് കൊടുക്കുക. നമ്മൾ വെഹിക്കിൾ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എഞ്ചിൻ്റെ ചേസസ് നമ്പർ, എഞ്ചിൻ നമ്പർ ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് ചെല്ലാൻ നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിവിടെ വന്നിട്ടുണ്ട്. നമുക്ക് എളുപ്പത്തിന് വേണ്ടി അത് തന്നെ കൊടുക്കുക. അതിനുശേഷം ക്യാപ്ച ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ശ്രദ്ധിക്കണം. MY6P3. അതിനുശേഷം ഗെറ്റ് ഡീറ്റെയിൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ക്യാഷ് അടയ്ക്കാനുള്ളൊരു ഇൻ്റർഫേസ് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് പേയ്മെൻറ്റ് നൗ എന്നുള്ളൊരു ഓപ്ഷൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ എൻ്റർ യുവർ മൊബൈൽ നമ്പർ, അതായത് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്വന്തം നമ്പർ, അതായത് വണ്ടി എടുത്ത് വണ്ടിയിൽ ആഡ് ചെയ്തേക്കുന്ന ആ ബുക്കുമേ RCയിൽ ആഡ് ചെയ്തേക്കുന്ന നമ്പർ തന്നെ വേണമെന്നില്ല. ഏതെങ്കിലും ഒരു നമ്പർ നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണിൻ്റെയോ ഏതെങ്കിലും ഒരു നമ്പർ ഇതിനകത്തുണ്ട് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെൻഡ് OTP എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഞാൻ എൻ്റെ ഫോൺ നമ്പർ തന്നെയാണ് കൊടുത്തത്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ കോപ്പി 84 81 8 എന്നുള്ളൊരു ഞാൻ കോപ്പി ചെയ്തെടുത്ത്. അത് നിങ്ങൾ വരുന്ന OTP ഒന്ന് കോപ്പി ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഉൾപ്പെടെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ. അതിനുശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. പേയ്മെൻറ്റ് ID എമൗണ്ട് 3000. അതിനുശേഷം സെലക്ട് പേയ്മെൻറ്റ് ഗേറ്റ്വേ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ട്രഷറി എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ട്രഷറി ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അക്സെപ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നുള്ളത് ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. നമുക്ക് ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് പേയ്മെൻറ്റ് ഗേറ്റ്വേ 2 കിടക്കുന്നുണ്ട്. അതിനകത്ത് UPI പേയ്മെൻറ്റ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്ക് UPI പേയ്മെൻറ്റ്. നമുക്ക് എപ്പോഴും UPI പേയ്മെൻ്റ് ആയിരിക്കും സക്സസ്ഫുൾ, പെട്ടെന്ന് സ്പീഡായിട്ട് എല്ലാം ചെയ്യുന്നതെല്ലാം UPI പേയ്മെൻ്റ് ആയിരിക്കും നല്ലത്. നമുക്ക് ഗൂഗിൾ പേ ആയിരുന്നാലും ഫോൺ പേ ആയിരുന്നാലും ഇനിയിപ്പോൾ ഏത് ഓൺലൈൻ പേയ്മെൻറ്റ് ആയിരുന്നാലും അതിനകത്തൊരു UPI ID കാണുമല്ലോ. അപ്പോൾ ഞാൻ അത് എടുക്കാനുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ GRN ജനറേറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അതിനകത്ത് നമ്മൾ ഈ ഓപ്ഷൻ കാണാതെ UPI എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ UPI ID ഇപ്പോൾ എൻ്റെ ഒരു UPI ID കൊടുക്കാം. നിങ്ങൾക്ക് ഗൂഗിൾ പേയ്ക്കകത്തുനിന്ന് UPI ID എടുക്കാനുള്ളത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഗൂഗിൾ പേ ഓപ്പൺ ആക്കിയതിന് ശേഷം ഇവിടെ റൈറ്റ് സൈഡിൽ മേഖലയിലൊരു പ്രൊഫൈലിൻ്റെ പിക്ചറാണ് സാധിക്കുക. അവിടെ നമ്മുടെ ഈ രാഹുൽ രാജ് 6 അതിൻ്റെ തൊട്ട് താഴെ ഇവിടെ UPI ID ആണ്. നമ്മൾ ഈ വലത് സൈഡിൽ ആ പ്രൊഫൈലിൻ്റെ സ്ഥാനത്ത് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അവിടെ ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നോക്കുമ്പോഴത്തേക്ക് UPI ID എന്നുള്ളത് കൊടുത്തേക്കുന്നത്. ഈ QR കോഡിൻ്റെ താഴെ UPI ID UPI ID നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതിന് തൊട്ട് താഴെ കോപ്പി UPI ID എന്നുള്ളത് കൊടുക്കുമ്പോഴത്തേക്ക് കോപ്പി ചെയ്ത് നിങ്ങൾക്ക് അവിടെ കൊണ്ടുവരുള്ളത്. ഇതിപ്പോൾ ഞാൻ ആമസോൺ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇത് ക്ലോസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കത് എടുക്കുന്ന എങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. ഇപ്പോൾ ഞാൻ എൻ്റെ UPI ID ഇവിടെ കൊടുക്കുകയാണ്. എൻ്റെ UPI ID ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ ആമസോൺ UPI ID ആണ് കൊടുക്കുന്നത്, അതുകൊണ്ടാണ്. അതിനുശേഷം വെരിഫൈ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. രാഹുൽ രാജ് എൻ്റെ പേര് കറക്റ്റായിട്ട് വെരിഫൈ, നമ്മുടെ അക്കൗണ്ട് ആരുടെ പേരിലാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വെരിഫൈ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ പേ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു സമയം 5 മിനിറ്റിനകത്ത് പേയ്മെൻറ്റ് ഓപ്ഷൻ ചെയ്യാനുള്ളൊരു സമയം ഇവിടെ തന്നിട്ടുണ്ട്. അതിനുശേഷം ഈ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കിവിടെ മേളിൽ കാണാൻ സാധിക്കും എനിക്ക് റിക്വസ്റ്റ് വന്നിട്ടുണ്ട് ആമസോൺ പേയ്ക്കകത്ത്. നിങ്ങൾ ഇപ്പോൾ ഫോൺ പേയുടെ ആയിരുന്നാലും UPI ID കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഗൂഗിൾ പേയുടെ ആയിരുന്നാലും UPI ID കൊടുക്കുമ്പോഴത്തേക്ക് ഇതുപോലൊരു നോട്ടിഫിക്കേഷൻ മേഖലയിൽ വരുന്നതായിരിക്കും. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നേരെ ഗൂഗിൾ പേയ്ക്കകത്ത് പോകുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങളുടെ UPI ID കൊടുത്ത് UPI ID അതിൽ നിങ്ങളുടെ പാസ്വേഡ് കൊടുത്തതിന് ശേഷം പേയ്മെൻറ്റ് പ്രോസസ്സ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അവിടെ വരും. ഇപ്പോൾ ഞാൻ ഇത് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ആമസോൺ ഓപ്പൺ ചെയ്തു. അപ്പോൾ അതിനകത്ത് റിക്വസ്റ്റ് വന്നേക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം ആമസോൺ പേ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ആമസോൺ UPI എന്നുള്ളൊരു ഓപ്ഷനാണ്, അത് റൈറ്റ് സൈഡിൽ അതൊന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ പെൻഡിങ് UPI ട്രാൻസാക്ഷൻ എന്നുള്ള ഓപ്ഷൻ കിടക്കുന്നത് കാണാൻ സാധിക്കും. അതിനകത്ത് ഇവിടെ ഒരു 3000 രൂപ അടയ്ക്കാനുള്ള റിക്വസ്റ്റ് എനിക്ക് വന്ന് കിടപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് പേയ്മെൻറ്റ് നമ്മളിപ്പോൾ ഗൂഗിൾ പേയിലാണ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ ഒരു റിക്വസ്റ്റ് അതിനകത്ത് വന്ന് കിടക്കും. ഇതുപോലെ തന്നെ ആയിരിക്കും ഫോൺ പേ വഴിയാണ് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ വന്ന് കിടക്കും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പേ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. പേ നൗ എന്ന് ക്ലിക്ക് അലോ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ഇൻ്റർഫേസിലോട്ട് നമ്മൾ പാസ്വേഡ് അടിക്കാനുള്ള ഇൻ്റർഫേസിലോട്ടൊക്കെ എൻ്റെ UPI 4 ഡിജിറ്റ് UPI പിന്നെ മിക്കവാറും ഈ ഭാഗം നിങ്ങൾക്ക് ബ്ലാക്ക് ആയിട്ടായിരിക്കും കാണാൻ പറ്റുന്നത്. നമ്മൾ UPI നമ്മുടെ ഗൂഗിൾ പേ ആയിരുന്നാലും ഇങ്ങനെ UPI ടൈപ്പ് ചെയ്യുന്നതൊക്കെ
ഇതായിട്ട് ബ്ലാക്കായിട്ട് കിടക്കുകയുള്ളൂ. അത് പബ്ലിഷ് ആവില്ല, നമ്മുടെ സ്ക്രീനിൽ റെക്കോർഡ് ആവില്ല. അപ്പോൾ അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ പാസ്വേഡ് അടിച്ച് അതൊന്ന് പ്രോസസ്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിന് ട്രാൻസാക്ഷൻ ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ എന്നത് കാണാൻ സാധിക്കും. എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിട്ടുണ്ട്, കറക്റ്റാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ ഉള്ള പേജിനകത്തോട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇവിടെ ചല്ലാൻ പേയ്മെൻറ്റ് ഹാസ് ബീൻ റിസീവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നുണ്ട്.